ദൈവമേ, ശിവു റോക്സ്. ഹലോ ശിവാനി, ഷിബു ആണ്. എന്താണ്? അതെ, ഞാൻ ഷോപ്പിന്റെ കാര്യട്ടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ. അല്ല, ശിവാനിയെ കാണണമെന്ന് മനസ്സിന് വല്ലാത്തൊരു ആഗ്രഹം തോന്നിട്ട് വന്നതാ. കാണാനൊന്നും പറ്റൂല, ഞാൻ വീട്ടിലില്ല. വീട്ടിലില്ലേ? നോണ പറയല്ലേ ഷിവു. ഷിവുവിന്റെ ചെരുപ്പ് പുറത്തിറക്കണം ഞാൻ കണ്ടല്ല. ആ, പടിയിൽ കിടപ്പുണ്ടല്ല. ഞാൻ അതാ പുറത്തിപ്പുണ്ട്. കണ്ടില്ലെങ്കിലേ മനസ്സിനൊരു വിഷമം. അതാ, പ്ലീസ് ഒന്ന് വാ. നടക്കൂല. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വരാം. ഹായ് ഷിവു. അല്ല, ഞാനൊരു ബുദ്ധിമുട്ടായോ? അല്ല, ഞാൻ ശല്യമായിട്ടെല്ലാം തോന്നുന്നുണ്ടോ? ശല്യമായിട്ട് തോന്നാനായിട്ട് ചേട്ടനെ ശല്യപ്പെടുത്തുന്നൊന്നും ഇല്ലല്ലോ. അല്ല, ശല്യമാണെങ്കിൽ പറഞ്ഞാ മതി. ഞാൻ അതല്ലേ പറഞ്ഞ, ശല്യമായിട്ട് തോന്നാനായിട്ട് ചേട്ടൻ എന്നെ ശല്യപ്പെടുത്തുന്നില്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ ശല്യമല്ല അല്ലേ? ഇപ്പൊ ശല്യമല്ല, പക്ഷെ ശല്യമാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഷിബുവിന് ഞാൻ ഒരു ശല്യമാകുന്ന ദിവസം ഈ ഷിബുവിനെ പിന്നെ ആരും കാണൂല. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ മൊബൈൽ ഷോപ്പൊക്കെയോ? അത് ശിവാനി എടുത്തു. ഒന്ന് ചേട്ടാ, ഓരോന്ന് പറഞ്ഞ ആവശ്യമില്ലാണ്ട് കൺഫ്യൂഷൻ ആക്കരുത്. ചേട്ടെ, എന്നെ കണ്ടല്ലോ, ഇനി ഞാൻ പൊക്കോട്ടെ. കേശു എങ്ങാനും ഇറങ്ങി വന്നാ ചേട്ടനെ എന്നെ ഒരുമിച്ച് കൊല്ലും. അപ്പം എന്റെ പ്രണയത്തിന് വേണ്ടി എന്റെ മരണം സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ ഞാൻ വിചാരിക്കും. പൊന്ന ചേട്ടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമൊക്കെയാണ്. ഇഷ്ടം? പക്ഷേ അത് പക്ഷേ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ, ചോക്ലേറ്റ് ലുക്ക് ഇല്ല അല്ലേ? അല്ലെങ്കിലും നമ്മൾ പോലത്തെ ആൾക്കാരെ മനസ്സാണ് ആരും ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കണം. അപ്പൊ സുഖം തന്നെ മക്കളെ. ഇപ്പം ബൈക്കിൽ അങ്ങോട്ട് പോയാല് ആരും പോയില്ലല്ലോ. ആരും പോയില്ല. ബൈക്കിൽ ഇങ്ങനെ ഓടിച്ചോണ്ട് പോയില്ല. ബൈക്കില് പോയത് അത് പറഞ്ഞിറങ്ങി വന്നാണ്. അതുണ്ടല്ലോ അപ്പൂപ്പ, അത് കേശുവിന്റെ ഒരു അടുത്ത കൂട്ടുകാരനാണ്. ഇവിടെ അടുത്ത് പുറത്ത് നടന്നു. ഇവിടെ അടുത്ത് പുറത്തുള്ളതാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും കൂട്ടുകാരൻ തന്നെ. അപ്പൊ ഞാനിങ്ങനെ മാവില് മാങ്ങയൊക്കെ ഉണ്ടോന്ന് ഇങ്ങനെ നോക്കി നിന്നപ്പോ അവൻ ചുമ്മാ ഇതിൽ കൂടെ ഇങ്ങനെ പോന്ന്. അപ്പൊ ഇല്ല പോയി. അപ്പൊ ഞങ്ങളിങ്ങനെ ചുമ്മാ കണ്ടു വർത്താനൊക്കെ പറഞ്ഞ് അവരെന്തോ കാര്യങ്ങളുണ്ടോ അവനങ്ങ് പോയി. അത്രേ ഉള്ളു. നമുക്ക് വീട്ടിലോട്ട് നടക്കാം. ടീച്ചറ് ഇതുണ്ടല്ലോ അപ്പൂപ്പ, ഇവിടെ പിള്ളേരെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറാ. രണ്ട് പിള്ളേരെ പഠിപ്പിക്കാൻ. അയ്യോ, പാറുവിന്റെ കല്ലൂരല്ല, വേറെ പിള്ളേരെ. വേറെ പിള്ളേരാ? ഞാൻ അറിയാതെ വേറെ പിള്ളേരാ? അപ്പൂപ്പ ഞാൻ പറഞ്ഞു തരാം. മീര ടീച്ചറേ, എന്തോ ആണ് അന്നൊരു പോക്ക് പോയതാണല്ലോ, പിന്നെ കണ്ടില്ലേ ഈ വഴിക്ക്? നീനെ വിളിച്ചതുമില്ലല്ലോ. ചേച്ചി വിളിച്ചല്ലോ. വേണ്ടേ, ഇതാണ് ഞങ്ങളുടെ അപ്പൂപ്പൻ. ആരനാടുള്ള നമ്മുടെ നെയ്യാറ്റിക്കര അപ്പൂപ്പൻ അടുത്ത ബന്ധുവാ. ഇതാണ് മീര ടീച്ചർ. അതായത് അപ്പൂപ്പ,
നമ്മളിവിടെ ഡേ കെയർ തുടങ്ങിയായിരുന്നു ഈ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളത്. കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിട്ടാ? ഇവിടെ പിള്ളേർ പോരാതുണ്ടാ വീണ്ടും കുഞ്ഞു പിള്ളേരെ കൊണ്ട്? എന്റെ പൂപ്പ ബഹു രസം ഇവിടെ, നിങ്ങളുടെ കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ട്. അപ്പൊ ഈ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ടീച്ചറാണ് മീര ടീച്ചർ. ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കും, നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും, നല്ല ഡാൻസറാ. ടീച്ചറിന്റെ വീട് എവിടെ? എന്റെ വീട് പാലക്കാടാണ്. എത്ര പിള്ളേരുണ്ട്? അയ്യോ, എന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ടീച്ചറെ, ഡാൻസ് ഒക്കെ നല്ലത് തന്നെ, എങ്കിലും കല്യാണമൊക്കെ കഴിക്കണ്ടേ? ആദ്യം വേണ്ടാന്ന് വെച്ചതാണ്, ഇപ്പൊ നോക്കുന്നുണ്ട്. അത് തന്നെ, ഇപ്പൊ നോക്കുമ്പം ആരും വരൂല. വേണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോ പറ 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 കല്യാണം വരും. ഇപ്പൊ ഒന്ന് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടാ? നല്ലത് നല്ലത്. ഞാനും പണ്ട് കല്യാണം കഴിക്കാതെ ഇരുന്ന് ഒരെണ്ണത്തിനെ കെട്ടി എൻ്റെ ജീവിതം അധോഗതിയായി പൊട്ടിപ്പോയി. ഞാൻ അങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ്. പിന്നല്ലാതെ മാമ ഭയങ്കര തമാശയാണല്ലോ. അയ്യോ, മാമന്റെ തമാശ പറഞ്ഞ ഇന്നൊന്നും തീരില്ല. ടീച്ചർ പിന്നെ അപ്പൊ കുറച്ചു ദിവസം ഇവിടെ കാണൂലേ? ഞാൻ ഇവിടെ കാണൂടി, എവിടെ പോണ്? അത് മതി. ചേച്ചി, പാറു, കേശുവേ, ദേണ്ട ആര് വന്നിക്കണേ നോക്കിക്കേ. ആര്? അപ്പൂപ്പ, നീ ടീച്ചറായി? മകളെ തന്നെ സുഖം സുഖം. ഇതിപ്പോ ശങ്കരനല്ലേ വന്നത്? ഇത് കേട്ടാ ഇവിടെ ഏതാണ്ട് ഭൂകമ്പം നടന്നെന്ന്. അത് തന്നെ, ഞാൻ വന്ന സന്തോഷത്തിന്റെ പേരത്തുള്ള ബഹളമാണ്, അതാ എന്നെ ഇവിടുന്ന് വിരട്ടി ഓട്ടിച്ചുള്ള ബഹളമാണ്. എന്തൊരു വർത്താനം അപ്പൂപ്പ. അതെ, ഈ ജന്മം അവന്റെ സംസാരം മാറത്തില്ല, ഇങ്ങനെ തന്നെ. പറഞ്ഞാല് എന്നെ കാണുമ്പോ ഭവാനിക്ക് തൊടുത്തിട്ട് ശങ്കര കഴിഞ്ഞ വഴക്കുണ്ടാക്കല് കഴിഞ്ഞാ? ഇനി തുടങ്ങിക്കോ നിങ്ങൾ രണ്ടുപേരും കൂടെ. എന്റെ മീര ടീച്ചറൊക്കെ ഇത് കണ്ട അന്തം വിട്ട് നിൽക്കുന്ന അല്ലേ ടീച്ചറെ? சங்கரண்ணா, மீரா டீச்சர் சௌக்கியமா? நீங்க ஏதாவது சாப்பிட்டீங்களா? കഴിയാ, ഇനി സമയമുണ്ടല്ലേ. மீரா டீச்சரோட ஃபேஸ் பார்த்தா நல்லா பசிக்கிற மாதிரி தெரியுது. എന്റെ കനക ചേച്ചി, ഞാൻ കഴിച്ചിട്ടാ വന്നേ, ഇനി ഉച്ചക്ക് കഴിക്കാം. ടീച്ചറെ വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പൊ വാ. നിങ്ങളെല്ലാരും നിക്കല്ലേ, അപ്പൊ ഞാനും നിക്കാം. അതെ, ഇരിക്കേണ്ടത് ഭവാനിയാണ്. അവക്കല്ലേ മുട്ടുവേദന. ഞാൻ കാണുന്ന അമ്മ മുതല് ഇവക്ക് ഭയങ്കര മുട്ടുവേദനയാണ്. എനിക്കിപ്പോ ഒരു മുട്ടുവേദനയില്ല, എന്റെ മുട്ടുവേദന എല്ലാം മാറി. ആര് പറഞ്ഞു? കഴിഞ്ഞ ദിവസം കൊണ്ടല്ലേ എന്റെ അടുത്ത് പറഞ്ഞ മുട്ടുവേദനയാണെന്ന്? ആരോട് പറഞ്ഞു? അതല്ലേ പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞെന്ന്. ஆமா ஆமா சொன்னாங்க. അത് ഭവാനി ആവശ്യപ്പെടുമ്പോ മാത്രം പറഞ്ഞ മുട്ടുവേദന. ശങ്കര, നീ എന്റെ വായിരിക്കുന്നൊന്നും കേക്കല്ലേ. അതെ, ഗൗരി ഇവിടുന്ന് മുങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ. ആയല്ലേ? എന്നിട്ട് എന്നെ വിളിച്ചില്ല. എന്നിട്ട് ഞാൻ അവളെ വിളിച്ചപ്പോ ഡേ കെയറിന്റെ കാര്യം ചോദിച്ചപ്പോ അവളെ എന്നോട് ചോദിക്കുക ഏത് ഡേ കെയർന്ന്. ലച്ചു, എന്താ തീരുമാനം? പ്രിൻസിപ്പളൊക്കെ ഒന്ന് ചോദിക്ക്. ഞാനാ? ആഴ്ചയിൽ 3 ദിവസം നീല പ്രിൻസിപ്പള്, ബാക്കി 3 ദിവസം ചേച്ചിയാണല്ലോ. മാത്രല്ല ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്ന് ചേച്ചിയാണ് പ്രിൻസിപ്പള്. ഞാൻ കൊച്ചിനെ എടുത്തോണ്ടിരിക്കല്ലേ മക്കളെ. അത് ടീച്ചറെ, നമ്മള് സംഭവം കൈവിട്ടിട്ടില്ല. പിന്നെ മഴയും കൂടെ ആണല്ലോ, പോരാത്തൊരു അമ്മായി ഇവിടെ ഇല്ല. അമ്മായി ഒന്ന് വന്നോട്ടെ, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം അല്ലേ? ആലോചിച്ചേ പറ്റൂ. കാരണം അവൾ ഇതും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് വീണ്ടും 20,000 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ മൊത്തം എത്ര രൂപയായി അറിയോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്? അതിപ്പോ നിങ്ങൾ തമ്മിലുള്ള ഡീലിങ്, നമ്മളെന്തിനാ അറിയണേ? അല്ല, അമ്മായി പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മായി തിരിച്ചു കൊടുക്കും, തരും. അമ്മായിക്ക് ഈ കടബാധ്യതകൾ വെക്കുന്നത് ഇഷ്ടമല്ല. ഗൗരിയമ്മായി കുറെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അങ്ങോട്ട് ഇവിടെ തിരിച്ചു മറിക്കാൻ. അപ്പോഴും അവളാണ് പാവം, ഞാനല്ല. അല്ല മീര ടീച്ചറെ, ഇതിനിടയ്ക്കുണ്ടല്ലോ ടീച്ചർ എന്തോ ഒരു കല്യാണക്കാര്യം പറയുന്ന ഞാൻ കേട്ടായിരുന്നേ. കല്യാണോ? എന്തോ കല്യാണം ഒരു ആലോചന വന്നെന്നോ ഉറപ്പിച്ചെന്നോ? എന്തിനാണ് ടീച്ചർ ഉറപ്പിച്ച? എന്നാണ് കല്യാണം? ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. അടുത്ത ആഴ്ച തീരുമാനമാവുമായിരിക്കും. ആണോ? അവര് വരുമോ? ആഹാ, കൊള്ളാം. അത് ശരി. അപ്പൊ പാലക്കാട് ഒരു കല്യാണം കൂടാൻ പറ്റുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 2 ദിവസം മുമ്പേ അങ്ങ് വരും.
അല്ല ടീച്ചറെ, ഉറപ്പിച്ചേ ഉള്ളോ? അപ്പൊ എൻഗേജ്മെന്റ് ഒന്നുമില്ല? എൻഗേജ്മെന്റ് ചിലപ്പോ ഉണ്ടാവും. ആ ഇവിടെ ഒരു എൻഗേജ്മെന്റ് നടക്കേണ്ടുന്നതാണ്. നമ്മുടെ വേണ്ടപ്പെട്ട കുടുംബത്തിലെ പലരും എന്നോട് വിളിച്ച് ചോദിച്ചു. ഞാൻ പിന്നെ ഇവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നീ ആരെ കാര്യം പറയണത്? എടാ KCB-യിലെ ബാലനില്ലയോ നമ്മുടെ? പുള്ളിയുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞല്ലേ? ഈ സാധനത്തിനൊന്നും പിടിച്ചേ. പുള്ളിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലേ അമ്മൂമ്മ? എടാ അതല്ല, അവനെ നമ്മുടെ കുടുംബമായിട്ടൊരു ബന്ധം കൂടിയാ കൊള്ളാവുന്നതല്ല. എനിക്കും ചോദിക്കാനുള്ളത്. കുറെ ആയി എപ്പോ നോക്കിയാലും KCB-യിലെ ബല കുറെ കൊല്ലമായിട്ട് കേൾക്കുകയാണ് ഞാൻ ഈ പേര്. ശരിക്കും അമ്മൂമ്മ എന്തോ പറഞ്ഞോണ്ടിരുന്നല്ലോ, അത് പറ. എടാ KCB-യിലെ ജോലിയുള്ള ബാലനില്ലേ, ബാലിന് നമ്മുടെ കുടുംബമായിട്ടൊരു ബന്ധം കൂടിയാ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. നമ്മുടെ ലച്ചുവിനെ ചോദിച്ചു, കൊടുക്കാൻ പറ്റിയില്ലേ? പിന്നെ നിന്നെ ചോദിച്ചു, കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ആ ഇപ്പൊ പിന്നെ നമ്മുടെ ശിവയെ ചോദിച്ചേക്കുവാ. ചോദിക്കാൻ പറ്റുന്ന സാധനം കടിക്കും ഞാൻ. ആ ബാലൻ പാടിയുള്ള ബാലനാണ്. അത് തന്നെ. അവൻ കുട്ടനന്റെ ബന്ധുവാണ് അതോ നിന്റെ ബന്ധുവാണ്? അത് കുട്ടണ്ണന്റെ ബന്ധു തന്നെ. ആ എനിക്ക് കുഴപ്പമില്ല. എന്തുവാടാ എന്റെ കുടുംബക്കാർക്ക് എന്തോ കുഴപ്പം? ഈ ചോനറത്തിലെ കുടുംബക്കാരെ 7 അയലോകത്തെ അടുപ്പിക്കാൻ കൊള്ളൂല. ശങ്കര എന്റെ വായിരിക്കുന്നു കേക്കല്ലേ കേട്ടോ. அம்மா நான் ஒண்ணு கேட்கட்டா? കേക്ക്. சிவாவா அவங்க யாருக்காக கேட்டாங்க? അത് ബാലന്റെ ഇളയ പെങ്ങടെ ഇളയ മോനെ. നല്ല ഒന്നാന്തരം പയ്യനാ. അവനങ്ങ് UC-ല. എവിടെ? UC-ല്. UK ആണോ? UK. ആഹാ, അപ്പൊ ഇവിടെ ആലോചനയൊക്കെ നടക്കാൻ പോകുന്നുണ്ടല്ലോ. അപ്പൂപ്പ വന്നു കയറിയ കാലിലല്ലേ വെള്ളം വല്ലതും കൊടുക്കണ്ടേ? അമ്മമ്മ ചായ. நான் இப்பவே எடுத்துட்டு வரேன். അമ്മൂമ്മ ചായ എടുക്കണില്ലേ? നീ ചായ കുടിച്ചായിരുന്നോ? ഞാൻ കുടിച്ചിട്ടൊക്കെ എന്നെ വന്നത്. പോ. மீரா, உன்னோட பையனுக்கு என்ன வேலை? ആൾക്ക് ബിസിനസ് ഒക്കെയാണ്. അച്ഛൻ ഗവൺമെന്റ് ജോലി വേണമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പക്ഷെ ബിസിനസ്മാനെ കിട്ടി. ഇപ്പൊ അങ്ങനൊന്നും ഇല്ലെന്നേ. ജീവിക്കാനുള്ള ചുറ്റുപാട് വേണം, പിന്നെ എന്തെങ്കിലും ഒരു ജോലി വേണം, പിന്നെ ഒരു ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ ജീവിതം സുരക്ഷിതമായി. അത്രേ ഉള്ളൂ. പിന്നെ ചെറുക്കൻ വിദേശത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാ. അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഫോണിൽ കൂടെ തന്നെ കണ്ടും പിന്നെയൊക്കെ പറഞ്ഞിരിക്കും. വിദേശത്ത് ജോലിയുള്ള ചെറുക്കൻ എന്തോ കുഴപ്പം? ജീവിതം രക്ഷപ്പെടും. നമ്മുടെ ശിവാനി ആലോചിച്ചു വന്ന ചെറുക്കന് വിദേശത്ത് നല്ല ജോലിയാന്നാ പറയുന്നത്. പയ്യനെന്താ ജോലി? അവിടെ ഭയങ്കര സോഷ്യൽ പ്രവർത്തനോ, സോഷ്യൽ രാഷ്ട്രീയാണോ? അല്ല, സോഷ്യൽ വർക്കോ. സോഷ്യൽ വർക്കറാ? അത് അവിടുത്തെ ഭയങ്കര ജോലിയാന്നാ പറയുന്നേ. ആഹാ, അവിടുത്തെ സോഷ്യൽ വർക്കർ ആണോ? അതെ. UK-ലൊക്കെ സോഷ്യൽ വർക്കറിന് നല്ല ഡിമാൻഡാണ്. ആണോ? അവിടുത്തെ ഈ പോലീസ് സ്റ്റേഷനിലോ ഇല്ലെങ്കിൽ അവിടുത്തെ പബ്ലിക് ഓഫീസിലോ ഒക്കെ അവരുടെ ലെറ്ററിനാണ് മുൻഗണന കൊടുക്കുക. ഇപ്പം ബാലൻ പറഞ്ഞേ ഇപ്പൊ ആ മോൻ ഇപ്പൊ വരുമെന്ന്. വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻഗേജ്മെന്റ് നടത്തി വെക്കാമെന്ന്. പിന്നൊരു 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ നടത്തിയാൽ മതി, കല്യാണം നടത്തിയാൽ മതി എന്നാ പറയുന്നേ. அம்மா, அவ சின்ன பொண்ணு தானே, இப்பவே எதுக்கெல்லாம்? അതെനിക്കറിയാം. 19 വയസ്സായി. 2-3 വർഷം കഴിഞ്ഞൊരു 10-22 വയസ്സൊക്കെ ആയിട്ട് കല്യാണം നടത്തിയാൽ മതി. അമ്മൂമ്മയ്ക്കൊരു കാര്യം അറിയോ? ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞ് കല്യാണം കഴിക്കുന്ന പരിപാടിയൊക്കെ ഭയങ്കര ബോറ് പരിപാടിയാണ്. ഫോർ എക്സാമ്പിൾ, ഇവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നിരിക്കട്ടെ, ചെറുക്കൻ തിരിച്ച് UK-ക്കും പോയി. അവിടെ വെച്ച് വേറെ വല്ല പെമ്പിള്ളേരെയും പരിചയപ്പെട്ട് റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ കല്യാണം മുടങ്ങിയോ? പിന്നെ ശിവാനിക്ക് വേറെ ആലോചന വരുമ്പോ എന്താ പറയാ? ആ കൊച്ചിന്റെ കല്യാണം മുടങ്ങിയതേ വീട്ടിൽ ഇരിക്കുന്നു. അത് മോശമല്ലേ? അത് പറഞ്ഞത് കറക്റ്റാ അമ്മമ്മ. ഇപ്പൊ നമ്മുടെ നാട്ടുകാരല്ലേ, എന്ത് വേണേ പറഞ്ഞു നടക്കും. ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പോഴല്ലേ കല്യാണം ആവുന്നേ, അതിനെന്നെ നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞു നടക്കുന്നെന്ന് അറിയൂ? എന്തു പറഞ്ഞു? എനിക്ക് കാസർഗോഡ് ഒരു ബന്ധമുണ്ടെന്നും എന്റെ രഹസ്യമായിട്ട് കല്യാണം കഴിഞ്ഞ നടക്കം പറയുന്നു. സത്യമാണോ അത്? ചുമ്മാ അമ്മ. അല്ല ഈ പാലക്കാടൊന്നും വേറെ അമ്പിള്ളേരില്ലാത്തോണ്ടാണ് കാസർഗോഡ് വരെ പിടിച്ച? നാട്ടുകാരല്ലേ, എന്ത് വേണേ പറഞ്ഞു നടക്കാലോ. ഞാനാണെ കാസർഗോഡ് ഇതുവരെ പോയിട്ട് പോലും ഇല്ല. അല്ല എന്താണ് ഇവിടെ ചർച്ചാ വിഷയം? உன்னோட என்கேஜ்மெண்ட் தான் சர்ச்சா விஷயம். எனக்கும் உன்னோட என்கேஜ்மெண்ட் பார்க்கணும்னு ரொம்ப ஆசையா இருக்குடா. ആന്റി എന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടല്ല. ஐயோ, நான் அந்த மாதிரி சொல்லல, என்னோட ஆசையை சொன்னேன், அவ்வளவுதான். നീ എന്താ ചിരിച്ചോണ്ടിരിക്കുന്നേ? ഈ പറയുന്നൊന്നും കേൾക്കുന്നില്ല നീ? കേട്ട് അമ്മൂമ്മ എന്തിനാണ് അമ്മൂമ്മ വിട്ടുപിടി. ചുമ്മാ അവക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായി അല്ലെങ്കിൽ അതിനുള്ള മെച്യൂരിറ്റി ആയെന്ന് അവക്ക് തോന്നുമ്പോ അവള് പറയും ഇല്ലേ? ഞാൻ പറയും.
അല്ലെങ്കിൽ തന്നെ എന്തായാലും പഠിക്കാൻ സമ്മതിക്കുന്നില്ല ഇപ്പൊ ഇനി. മോളെ ശിവ, അമ്മൂമ്മയുടെ ഒരു ആഗ്രഹം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അമ്മൂമ്മയുടെ ഒരു ആഗ്രഹം നമുക്ക് ആഗ്രഹിച്ചോണ്ടിരുന്നാ മതിയല്ലോ ഇവിടെ. നമ്മുടെ ആ ബാലനെ നമ്മുടെ കുടുംബത്തോട് ഒരു സ്നേഹമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. അതിന് ഇനി ഈ കല്യാണം എൻഗേജ്മെന്റ് ഒക്കെ പറഞ്ഞ് വന്നാണ്ടല്ലോ അമ്മൂമ്മ. പറഞ്ഞില്ലാന്ന് വേണ്ട. നീ ചുമ്മാ ടെൻഷൻ ആവല്ലേ. അമ്മ അമ്മയുടെ ആഗ്രഹം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. എന്തായാലും ഞാൻ ബാലനോട് പറയാം. 2-3 വർഷം കഴിഞ്ഞ് ആലോചിക്കാമല്ലോ. എന്തൊക്കെ പറയാലോ, അമ്മൂമ്മ പറഞ്ഞു തിരിഞ്ഞ അവസാനം ബാലെന്ന് പറഞ്ഞ പുള്ളീന്റെ അടുത്ത് തന്നെ എത്തും. എടി 2-3 വർഷം കഴിയുമ്പോഴും അവരുടെ മനസ്സ് ഇതുപോലെ നിൽക്കുവാണെങ്കിൽ അന്നേരം ആലോചിക്കാമല്ലോ. ചേച്ചി ഒന്ന് അടങ്ങ് ശിവ, നിന്നെ നാളെ തന്നെ ഒന്നും കെട്ടിച്ചു വിടുന്നില്ലല്ലോ. എന്തായാലും മിണ്ടാരി അവിടെ. അമ്മൂമ്മേ, കേശുവിന് വേണ്ടി ആലോചിച്ച പെണ്ണിപ്പെണ്ണും കല്യാണം കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുവാണോ? അതിന്റെ ഞാനേ എനിക്ക് വേറെ പരിപാടി ഉണ്ട്. ഞാൻ ഇപ്പൊ വരാവേ. ഞാൻ എപ്പോഴാ ഓർത്ത ഞാൻ. മോളെ ശിവ, മോക്കൊന്നും പറയാനില്ലേ? ഒന്ന് തായേ എന്നെ വിട്ടിട് പ്ലീസ്. ഹലോ. ഹലോ ശിവു. ഹായ് റോക്സ്, എന്താ വേണ്ടേ? അല്ല, ഞാനേ ഈ ഷോപ്പിന്റെ കാര്യമൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നല്ല കാര്യം. അതിന് ഞാനെന്ത് ചെയ്യാനാ? അല്ല, ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടായെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചേട്ടൻ എന്തിനാ വിളിച്ചേന്ന് പറയൂ. അല്ല, ഞാൻ എന്തിനാ വിളിച്ചേ? അയ്യോ, വിളിച്ച കാര്യം മറന്നുപോയി ചേട്ടാ. മറന്നു പോയെങ്കിൽ ആലോചിച്ചിട്ട് പിന്നെ വിളിച്ചാൽ മതി. ഞാൻ വെക്കട്ടെ. ശരി. ഇപ്പൊ കിട്ടി. എന്താ? അതെ, ഞാൻ കുറച്ചു ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നു ഇയാള് സംസാരിക്കാനേ. പക്ഷേ ഒരു പേടി. ചേട്ടാ, എന്നോട് സംസാരിക്കാനായിട്ട് എന്തിനാ ചേട്ടൻ പേടിക്കുന്നത്? അതെ, ഞാൻ ഈ ഷോപ്പിന്റെ കാര്യമൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഈ പച്ചക്കേന്റെ അടുത്ത് വന്നാ ഒന്ന് കാണാൻ പറ്റുമോ? ചേട്ടാ, അതിപ്പോ എങ്ങനെ? ഹലോ ഹലോ, കട്ട് ചെയ്താ? ആരാ കോളിലാരാ? കൊള്ളാരാ? കൊള്ള ഫ്രണ്ട്. എന്താ പരിപാടി? ഞാൻ കിടക്കുന്നു. എന്തേ? ചുമ്മാ നോക്കിയതാ. മക്കളെ ലച്ചു. ആ എന്താ അപ്പ കട്ടൻ വല്ലതും വേണോ? ഒന്നും വേണ്ട മക്കളെ. ജയന്ത ഇങ്ങോട്ടെങ്കിലും വരാറുണ്ട്. ജയന്തനങ്ങളോ? ജയന്തനങ്ങള് കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാന്നൊക്കെ പറഞ്ഞാ പോയത്. പിന്നെ ആളെ കണ്ടിട്ടൊന്നുമില്ല. ബാസിയെ കാണാറുണ്ട്. അപ്പൊ അപ്പൂപ്പനെ അറിഞ്ഞില്ലായിരുന്നോ? ബാസ്യങ്ങളുടെ ഭാര്യയില്ലേ പുഷ്പലത ആന്റി, ആന്റി ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ആവുന്നല്ല പൂപ്പ, തീരുമാനമായി. വലിയ വിഷയൊക്കെ ആയി. അവസാനം നമ്മളെല്ലാവരുടെ ഇടപെട്ട് സോൾവ് ആയി കൊടുത്ത്. അയ്യോ, ഇടപെടല്ലേ. അവൻ ഒരു പാഠം പഠിക്കണം. അവൻ പാവം കേട്ടാ പൂപ്പ. ആന്റി വന്നതും അങ്കിളുടെ നടു ഒടിച്ച്. ഞങ്ങളൊരാഴ്ച തീർന്നെന്നാ. അവനെ അവൾ ഇന്ത്യൻ ചാറ്റ് കൊല്ലും. അപ്പൊ അങ്ങനെ തീർത്ത് പറഞ്ഞ അങ്ങനെ പുഷ്പലത ആന്റി ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പൊ നാളൊക്കെ കൈ കാണും. വിളിച്ചാ പോവൂ? ഞാൻ പോവില്ല. മാമൻ കുടിക്കൂ? അയ്യോ, പച്ചവെള്ളം പോലും കഷ്ടപ്പെട്ട് ഇറക്കണം. മക്കളെ, ഇവര് ചുമ്മാ പറയാണ്. മക്കൾ വിശ്വസിക്കല്ലേ, ഞാൻ കുടിക്കൊന്നുമില്ല. ഞാനിവരെ വിശ്വസിക്കുന്നത് പണ്ടേ നിർത്തി. പോവാ മക്കളെ, ഇവിടെ ചെയ്തിട്ട് പോവാ. അയ്യോ കൊണ്ടുപോവല്ലേ. ഒരു തവണ കൊണ്ടുപോയാണ്ടല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അപ്പം കൊണ്ടുപോകേണ്ടി വരും. ഒരു തവണ കൊണ്ടുപോയി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ലച്ചു, ഞാൻ ഇന്ന് ഇറങ്ങട്ടെ. എനിക്ക് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. എന്തിനു വർത്താൻ ടീച്ചറെ? ടീച്ചറോടെ പോണു? പാലക്കാടിലേക്ക്. എനിക്ക് 2 ദിവസം എന്തായാലും ക്ലാസ് ഇല്ല. 2 ദിവസം ക്ലാസ് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാം. എന്നിട്ട് നാളെ രാവിലെ പോവാം. അതാകുമ്പോഴത്തേക്കും ഒരു 10-11 മണി ആകുമ്പോഴത്തേക്കും പാലക്കാട് എത്താലോ. ഒന്ന് പോവാറു. ശിവമോളെ, കല്യാണ കാര്യമൊക്കെ ചർച്ചകൾ യാതൊരു ആയി? കല്യാണക്കാരിയോ? എന്റെ
പൊന്നപ്പൂപ്പന് വേറെ ഒരു ജോലിയും ഇല്ലേ? വേണ്ടേ അമ്മമ്മക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണം. ഇപ്പൊ പുതിയ എന്റർടൈൻമെന്റ് ആണ് എന്റെ കല്യാണം നിശ്ചയം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ഭ്രാന്തുകൾ. അതേന്നെ മക്കളെ എനിക്കും പറയാനുള്ളത്. ഇപ്പം എഴുത്തുകാരി ഒന്നും ചെയ്തു കളയരുത്. ഇപ്പം നിങ്ങൾ ജീവിക്കുന്നതാണ് ജീവിതം. ജീവിതം വേറെ ഉണ്ട്. അപ്പൂപ്പൻ എന്താ പറയണേ? കൊറേ നേരമായി ഫ്രണ്ട് വിളിക്കുന്ന, എടുക്ക്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും. നിനക്കെന്താ പ്രശ്നം? കൊറേ നേരമായില്ല എന്നോളൊളപ്പ്. കേശമാമൻ അടിക്കുന്ന മോളെ, ഓ എനിക്ക് അവന്റെ കുടുംബം എനിക്കറിയാം. ആരുടെ കുടുംബം? അവന്റെ പേരെന്ത് പറയും? ബാലനാ. ബാലന്റെ കുടുംബം എനിക്കറിയാം. പക്ഷെ നല്ല കുടുംബമാണ് കേട്ടാ. നന്നായിട്ട് അറിയാവുന്നല്ലേ? എന്നിട്ടാണ് നേരത്തെ ചോദിച്ചത് ആരുടെ ബന്ധുവാണെന്ന്. അല്ല, ബന്ധുവാണെന്ന് അറിയാം, പക്ഷെ ആരെ ബന്ധുവാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കണക്കിന് നേരത്തെയും കാലത്തിനും മുമ്പ് പിള്ളേരെ അവരെ മുമ്പ് ഒക്കെ പിടിച്ച് യാപിക്കുകയാണ് നല്ലത്. അതെന്താ അമ്മാവ അങ്ങനെ ഒരു വർത്തമാനം? ഞങ്ങൾ എന്താ അത്ര ബാധ്യതയാണോ? ഓ, അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾ പഴയ രീതിയിൽ പറഞ്ഞു പോയതാണ്. വന്നിട്ടുണ്ട്. ബാസ്യങ്ങള് അല്ല, വാസകളാണ് വന്നത്. സമ്മതിച്ച് എന്തെന്നെ വിളിച്ചേ? കൊണ്ടുവരാമല്ലോ. ശരി. അങ്ങോട്ട് ചെല്ലേ. 2 മിനിറ്റല്ലേ ഉള്ളൂ കുറ്റം പറഞ്ഞിട്ട്. എടുക്കണല്ല, എടുക്ക്. എന്തിനാ കട്ട് ചെയ്തേ? നീ വരൂലേ? ഇനി വരൂലായിരിക്കും. ഹലോ, എന്താണ് റോക്സേ? നിങ്ങളൊരു ശല്യം ഒന്നും നിങ്ങളുടെ മുഖത്തൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടല്ലോ. അല്ല, ഞാൻ വിചാരിച്ച് ശിവു വരൂലായിരിക്കും. അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെല്ലാം നടക്കണമെന്നുണ്ടോ ഇവിടെ? പൊന്നു റോക്സ്, എന്തിനാ വിളിച്ച കാര്യം പറ. കേശങ്ങനെ വന്നറിയാലോ, പിന്നെ വിഷയമാണ്. നിങ്ങൾ ഭയങ്കര സോഷ്യൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലായിടത്തും ഫ്രണ്ട്സിനെ പോലെയാണ് പെരുമാറുന്നതും നിങ്ങളുടെ ഫ്രീഡം നിങ്ങളുടെയാണെന്ന് കയ്യിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ പറ്റി? അല്ല, ഞാൻ തന്നോട് സംസാരിച്ചപ്പോ എന്താ കുഴപ്പം? ഓ, ഞാൻ പഴയ കുറ്റവാളിയാണല്ലോ അല്ലേ? നമ്മൾ പാവപ്പെട്ടവൻ, നമ്മളടുത്ത് ആരുമില്ല, ക്യാരക്ടർ മോശം അല്ലേ? റോക്സേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് ഫ്രണ്ടിനെ പോലെയല്ല, അതാണ് എന്റെ പേടി. അല്ല, ഫ്രണ്ടിനെ പോലെ അല്ല. എനിക്ക് ഇഷ്ടമാണെന്ന് ശിവാനിക്ക് മനസ്സിലായില്ല ഇതുവരെയായിട്ടും. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും പിന്നെയും ശിവാനിയെ കാണണമെന്നും അത് മറക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായോണ്ടല്ലേ. റോക്സേ, വിളിച്ചു വരുത്തിയമാതിരി പൈങ്കിളി വർത്താനം പറയരുത് കേട്ടല്ല. എന്റെ ശിവു, സത്യം പറഞ്ഞ പ്രണയം പൈങ്കിളിയാണ്. അത് ശിവു ഇതുവരെയും പ്രണയിച്ചിട്ടില്ലാത്തോണ്ടാ. ഇനി അങ്ങോട്ട് ശരിയായിക്കോളും എല്ലാം. എന്റെ ശിവു, ഞാൻ എന്റെ പ്രണയം ഏറ്റവും സത്യസന്ധയും മാന്യമായിട്ട് രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ആരായി? വെറുക്കപ്പെട്ടവരായി അല്ലേ? വെറുക്കപ്പെട്ടവരാ? എന്താ റോക്സി, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? അപ്പൊ എന്നോട് വെറുപ്പൊന്നുമില്ലേ? എനിക്കങ്ങനെ വെറുപ്പൊന്നും ഇല്ല. വെറുപ്പില്ലാത്തോണ്ടാണല്ലോ ഞാൻ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. ആണോ? പിന്നെ അല്ലാണ്ട്. എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശിവാനി മനസ്സ് തുറന്ന് സത്യസന്ധമായിട്ട് പറയോ? ചോദിക്ക്. ചേച്ചി വിളിക്കുന്നോ? ആഹാ, എടുത്തിട്ട് പറ എന്നോട് ഉണ്ടെന്ന്. അയ്യോ, കട്ട് ചെയ്താ? കട്ട് ചെയ്ത് കളയണ എന്തിനാണോ? അങ്ങോട്ട് പോയി. എന്താ ലച്ചു? എന്താ? ഒന്നുമില്ല. എന്താ കാര്യം പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ല അമ്മമ്മ. ശിവാനി എന്തേ വെച്ചേ? ശിവാനി ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ടാവുമല്ലോ. പോരാ, നോക്കട്ടെ. ശിവു, ഞാൻ ചോദിച്ചിട്ടൊന്നും മറുപടി പറഞ്ഞില്ലല്ലോ. ഇനിയാളൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലല്ലേ? ഇല്ല. എന്നാ ഞാൻ ഇങ്ങോട്ട് വെക്ക്. എന്നാ ഞാൻ ചോദിക്കാം. ചോദിക്ക്. എന്നെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഞാൻ എവിടെയെങ്കിലും പൊക്കോളാം.
എന്നെ ഇഷ്ടമല്ലേ? എനിക്കങ്ങനെ അതിനോടും ഇഷ്ടക്കേടൊന്നും ഇല്ല. അപ്പൊ എന്നെ ഇഷ്ടമാണോ? ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കറക്റ്റ് ആയിട്ട് പറ, എന്നെ ഇഷ്ടമാണോ അല്ലേ? ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ദൂര സ്ഥലത്ത് പൊക്കോളാം, അത് പറഞ്ഞാ പോരെ? കഷ്ടോ ദൈവമേ, ഇത് തന്നെ ചേച്ചി പറഞ്ഞു, ചേച്ചി പറഞ്ഞു. വണ്ടി എടുത്തിട്ട് പോണം നോക്കിക്കൊണ്ട്. പോട്ടെ, ബൈ, കാണാമേ. ഒന്ന് വേഗം പോ. നീ ഇവിടെ വന്ന് നിൽക്കുവായിരുന്നോ? ഷിബു എന്താ പറഞ്ഞേ? ഷിബു വിളിച്ചിട്ട് നീ ഇവിടെ വന്നേ? വീട്ടിൽ വെച്ച് കോൾ വന്നത് ഷിബുവിന്റെ ആയിരുന്നോ? അല്ലല്ല ആണ്. ഷിബു എന്താ പറഞ്ഞേ? ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞോളാം. ഷിബു എന്താ പറഞ്ഞേ? പറയാം, വടി ചേച്ചി. പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്റെ മുഖം പുള്ളിയുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നൊക്കെ. നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞോ ശിവ, ഇല്ലെങ്കിൽ നീ മേടിക്കും. ഞാൻ എനിക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, നീ എന്തിനാ കൊച്ചു അങ്ങനെയൊക്കെ പറയാൻ പോയത്? പിന്നെ അല്ലാണ്ട് എനിക്ക് പുള്ളിയോട് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. പിന്നെ എന്റെ ശിവ, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ചെറുക്കൻ വല്ല ഹോപ്പൊക്കെ വെക്കില്ലേ? അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പുള്ളി ഒരു പാവമാണ്. എനിക്കെന്തോ പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമാണെന്നൊന്നും പറയാൻ തോന്നിയില്ല. എന്നാ പിന്നെ അയാൾക്കൊരു ജീവിതം കൊടുക്ക്. തോന്നിയ ദിവസം വിളിച്ച് പറയരുത് കേട്ടല്ലോ. ഓഹോ, അപ്പൊ തോന്നിയ ദിവസം കാണിക്കാം. ഞാൻ പറയുന്നതിലാണ് പ്രശ്നം. എന്താ ചേച്ചി, പുള്ളി പറയുവാണ് ഞാനെങ്ങനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ പുള്ളി ഇവിടുത്തെ കടയും സാധനങ്ങളൊക്കെ വിട്ടിട്ട് വല്ലയിടത്തേക്ക് ഇറങ്ങി പോവും, ആരുടെയും കണ്ടിട്ടൊക്കെ മാറിപ്പോവുന്ന്. പോട്ടെ, അതിനിപ്പോ നിനക്കെന്താ? അയാൾ വേറെ നാട്ടിൽ പോയാൽ അയാൾ ജീവിക്കില്ല, പിന്നെന്താ പ്രശ്നം? ചേച്ചി, അയാൾ നമ്മൾ കാരണം സ്വഭാവമൊക്കെ നന്നായി വന്നൊരു മനുഷ്യനാണ്. ഇനി വീണ്ടും ഞാൻ കാരണം പുള്ളി ഒരു മോശം അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് താല്പര്യമില്ല. അതാ പറഞ്ഞ, എന്നാ പിന്നെ ഒരു ജീവിതം കൊടുക്കാൻ. അതെനിക്ക് പറ്റത്തില്ല. എന്റെ വായിലിരിക്കണ കേക്കരുത് കേട്ടാ. സത്യം പറ ശിവ, എന്താ നിന്റെ മനസ്സിൽ? ലച്ചു, ദൈവമേ അമ്മമ്മ, എന്തോ ടൈമിങ്. നീ എന്തോ ഫോൺ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ? ഇവളെന്താ ഇവിടെ? കാറ്റ് കൊള്ളാൻ. അമ്മൂമ്മ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തോ പറ. ഇനി ഞാനത് പറയാതിരുന്നാലേ ശരിയാവൂല ശിവ. ഷിബു റോക്സ് ഇല്ലേ? കെമിക്കൽ ഷിബു. മുമ്മേ, പുള്ളിക്ക് ഒരു പേരുണ്ട്, ഷിബു റോക്സ്. അതിന്റെ ഫ്രണ്ടിലും ബാക്കിലും കെമിക്കൽ എന്നുള്ള വാലിന്റെ ആവശ്യമുള്ള പേരും വിളിച്ചാ പോരെ, ഷിബു റോക്സ്. ആ പയ്യനില്ലേ, ആ പയ്യന് ഇവളെ ഇഷ്ടാ. ഷിബുവിന് ഇവളെ ഇഷ്ടമാണെന്ന്. എന്നിട്ട് അവളെന്താ പറഞ്ഞു? അങ്ങനെ ഇഷ്ടക്കേടൊന്നും ഇല്ലെന്ന്. എനിക്ക് ആരോടും ഇഷ്ടക്കേടില്ലല്ലോ. അമ്മമ്മ അത് അങ്ങനെയല്ല. എങ്ങനെയല്ലെന്ന്? അമ്മമ്മ അത് അമ്മമ്മ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഓഹോ, അപ്പൊ ഇതാണ് നീ എൻഗേജ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പം നിനക്ക് വേണ്ടെന്ന് പറഞ്ഞത്. ഇതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് നോക്കടി. ഇതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ ഈ ആഗ്രഹം നടക്കുമെന്ന് നീ വിചാരിക്കേ വേണ്ട. ഇനി കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും, നീ അനുസരിക്കും. ഞാൻ ആ ബാലിനെ അങ്ങ് വിളിക്കാൻ പോവാ. നേരത്തെ പറഞ്ഞു വെച്ച ആലോചന ഉണ്ടല്ലോ, അത് ഇപ്പൊ ഞാൻ അങ്ങ് ഉറപ്പിച്ചു. അമ്മമ്മ, ഇവിടെ വിളിച്ചോണ്ട് അങ്ങോട്ട് വാടി.